ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായതോടെ കേസ് പുതിയ വഴിത്തിരിവിലേക്കാണ് എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്കുള്ള പ്രവേശനത്തിന് വാതിൽ തുറന്നത് തന്ത്രി കണ്ഠരര് രാജീവരുമായുള്ള ബന്ധമാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റോടെ ശബരിമലയുടെ താന്ത്രികാധികാരവുമായി ബന്ധപ്പെട്ട പഴയ വിവാദങ്ങളും ചരിത്രവും വീണ്ടും ചർച്ചയാവുകയാണ്. ഇതോടൊപ്പം തന്നെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ചെങ്ങന്നൂരിലെ താഴ്മൺ തന്ത്രി കുടുംബവും ചർച്ചകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ശബരിമലയിലെ ആചാരങ്ങളും താന്ത്രിക കർമ്മങ്ങളും സംബന്ധിച്ച അന്തിമ തീരുമാനം തന്ത്രിയുടേതാണെന്നും ഈ വിഷയത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇടപെടാൻ അധികാരമില്ലെന്നുമാണ് താഴ്മൺ കുടുംബം ദീർഘകാലമായി അവകാശപ്പെടുന്നത്. തങ്ങളുടെ അധികാരം ഭരണകൂടത്തേക്കാൾ മേലെയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാനും കുടുംബം മടിച്ചിരുന്നില്ല. കേരളത്തിലെ സുപ്രസിദ്ധമായ ഒരു ബ്രാഹ്മണ തന്ത്രി കുടുംബമാണ് താഴ്മൺ മഠം. ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം കൂടാതെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങി വേറെയും ധാരാളം ക്ഷേത്രങ്ങളിൽ ഇവർക്ക് താന്ത്രികാധികാരമുണ്ട്. കേരളത്തിലെ ആദ്യ താന്ത്രിക കുടുംബങ്ങളിൽ ഒന്നാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കുടുംബത്തിലെ പുരുഷന്മാർ കണ്ഠരര് എന്ന സ്ഥാനപ്പേര് ഉപയോഗിച്ചു വരുന്നു. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്തുള്ള മുണ്ടൻകാവിലാണ് മഠത്തിന്റെ ആസ്ഥാനം. ആന്ധ്രയിൽ നിന്ന് പന്തളം രാജകുടുംബം ക്ഷണിച്ചുകൊണ്ടുവന്നതാണ് ഇവരെ. ഐതിഹ്യപരമായി പരശുരാമനിൽ നിന്ന് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശം ലഭിച്ചുവെന്നാണ് ഈ കുടുംബം അവകാശപ്പെടുന്നത്. ഈ പാരമ്പര്യത്തിന്റെ അടയാളമായി താഴ്മൺ തന്ത്രിമാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ ധ്വജസ്തംഭത്തിന്റെ തണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതി നിലനിൽക്കുന്നു. ഏകദേശം 1400 വർഷം മുൻപാണ് താഴ്മൺ കുടുംബത്തിന്റെ തുടക്കം എന്നാണ് വിശ്വാസം. പരശുരാമൻ കേരളത്തിൽ വിവിധ ദേവതാ പ്രതിഷ്ഠകൾ സ്ഥാപിച്ച ശേഷം ആന്ധ്രയിലെ കൃഷ്ണ നദീതീരത്ത് നിന്ന് 2 ബ്രാഹ്മണ സഹോദരന്മാരെ ക്ഷണിച്ചുകൊണ്ടുവന്നതോടെയാണ് ഈ പാരമ്പര്യം ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. നദി താണ്ടിയ രീതിയനുസരിച്ചാണ് താഴ്മൺ തരണനല്ലൂർ തന്ത്രിവംശങ്ങൾ വേർതിരിക്കപ്പെട്ടതെന്നും വിശ്വസിക്കപ്പെടുന്നു. പരശുരാമൻ നാടിന്റെ സംരക്ഷണത്തിനായി മലയോരങ്ങളിൽ ശാസ്താപ്രതിഷ്ഠകളും ഇടനാടുകളിൽ ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളും നടത്തി. ഈ ക്ഷേത്രങ്ങളിലെ കർമ്മങ്ങൾക്കും മറ്റുമായി പരശുരാമൻ ആന്ധ്രയിലെ കൃഷ്ണ നദീ തീരത്തു നിന്നും 2 ബ്രാഹ്മണ സഹോദരന്മാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് തിരിച്ച സഹോദരന്മാരുടെ കഴിവ് പരീക്ഷിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു. കൃഷ്ണ നദി അക്കരെ താണ്ടാൻ സാധിക്കാത്ത തരത്തിലാക്കി. ഇരുവരും പതറിയില്ല. ഒരാൾ തന്റെ സിദ്ധി ഉപയോഗിച്ച് ജലത്തിന് മുകളിലൂടെ കൃഷ്ണ നദി തരണം ചെയ്ത് കേരളത്തിലേക്ക് വന്നു. മറ്റേയാൾ 2 കൈകളും കൊണ്ട് വെള്ളത്തെ വകഞ്ഞുമാറ്റി നദിയുടെ താഴെത്തട്ടിലൂടെ അക്കരെ കടന്നു. താന്ത്രിക ശക്തിയാൽ താഴെക്കൂടി നടന്നുവന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പരമ്പരയാണ് പിന്നീട് താഴ്മൺ തന്ത്രിമാർ എന്ന പേരിൽ പ്രസിദ്ധമായത്. ജലത്തിന്റെ മുകളിലൂടെ നടന്ന നദി തരണം ചെയ്തവരുടെ വംശക്കാർ തരണനല്ലൂർ തന്ത്രിമാർ എന്നും അറിയപ്പെട്ടു. ക്ഷേത്രാചാരങ്ങളിൽ തന്ത്രിയുടേതാണ് അവസാന വാക്ക് എന്ന ധാരണ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. പൂജകന്റെ പ്രഭാവം കൊണ്ടാണ് ശില ദൈവരൂപം കൈവരിക്കുന്നതെന്നാണ് ഇതിന്റെ ആശയം. ചില ചരിത്രരേഖകളിൽ 1075 അഗ്നിബാധയ്ക്കു ശേഷം ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം പുനഃപ്രതിഷ്ഠ ചെയ്തത് കണ്ഠരര് പ്രഭാകരരാണെന്ന് രേഖകളുണ്ട്. 1952 അഗ്നിബാധയ്ക്കു ശേഷം പുതിയ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അന്നത്തെ തന്ത്രിയായ കണ്ഠരര് ശങ്കരരുമായിരുന്നു. താഴ്മൺ കുടുംബത്തിന്റെ ചരിത്രം പാരമ്പര്യത്തിനൊപ്പം വിവാദങ്ങളാലും നിറഞ്ഞതാണ്. കണ്ഠരര് മഹേശ്വരരുടെ അന്ത്യത്തോടെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനായ കണ്ഠരര് രാജീവര് തന്ത്രിയായി. കണ്ഠരര് മോഹനരും ഈ പദവി വഹിച്ചിരുന്ന കാലത്ത് നിരവധി വിവാദങ്ങൾ ഉടലെടുത്തു. 2006 നടന്ന തന്ത്രി ഹണി ട്രാപ്പ് കേസ് കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു. തന്ത്രിയെ കുടുക്കി പണവും സ്വർണവും കവർന്ന കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയെങ്കിലും സംഭവമുണ്ടാക്കിയ സാമൂഹിക അപകീർത്തി വൻതോതിലായിരുന്നു. ഇതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മോഹനരെ തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സന്നിധാനത്ത് പ്രവേശനം വിലക്കുകയും ചെയ്തു. ശബരിമലയിലെ ക്രമക്കേടുകൾ അന്വേഷിച്ച ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് തന്ത്രിയായിരുന്ന മോഹനരുടെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. സംസ്കൃതം അറിയില്ലെന്നും ദേവമന്ത്രങ്ങൾ പഠിച്ചിട്ടില്ലെന്നും അദ്ദേഹം സമ്മതിച്ചതോടെ താന്ത്രിക പാരമ്പര്യത്തിന്റെ യാഥാർത്ഥ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. കമ്മീഷൻ മുൻപാകെ നൽകിയ ചില മറുപടികൾ കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. വിവാദങ്ങൾ അവിടെയും അവസാനിച്ചില്ല. 2019 മോഹനർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയായ ദേവകി അന്തർജനമായിരുന്നു. പണം തട്ടിയെടുത്തുവെന്നും കുടുംബസ്വത്തുക്കൾ ദുരുപയോഗം ചെയ്തുവെന്നും ആരോപിച്ച് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കുടുംബ വിവാദം തന്ത്രി പരമ്പരയുടെ നൈതികതയെക്കുറിച്ചും സംശയങ്ങൾ ഉയർത്തി. ശബരിമലയിലെ താന്ത്രികാവകാശം കുടുംബപരമായി ലഭിച്ചതാണെന്നും ദേവസ്വം ബോർഡ് നിയമിച്ചതല്ലെന്നും താഴ്മൺ കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രിക്ക് ലഭിക്കുന്നത് ശമ്പളമല്ല ദക്ഷിണയാണെന്നും അവർ പറയുന്നു. യുവതീ പ്രവേശന വിവാദ കാലത്ത് നടയടച്ചും ശുദ്ധിക്രിയ നടത്തിയതിനെ തുടർന്നാണ് ഈ അധികാര വിവാദം വീണ്ടും ശക്തമായി ഉയർന്നത്. സർക്കാരിനും ദേവസ്വം ബോർഡിനും തന്ത്രിയുടെ അധികാരം ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന നിലപാടാണ് താഴ്മൺ കുടുംബം ഇപ്പോഴും ഉന്നയിക്കുന്നത്.
തന്ത്രി കണ്ഠരര രാജീവര ശബരിമലയിലെ താന്ത്രിക സ്ഥാനത്ത് ഇപ്പോൾ 36-ാം വർഷമാണ്. താഴ്മൺ മഠത്തിലെ തന്ത്രിയായിരുന്ന അച്ഛൻ കണ്ഠരര് കൃഷ്ണർക്കൊപ്പമാണ് രാജീവര ആദ്യമായി സന്നിധാനത്ത് പൂജ നടത്തിയത്. 1990-ൽ മുഴുവൻ സമയ തന്ത്രിയായി. ആ വർഷം തന്നെയാണ് അച്ഛന്റെ വിയോഗവും. ബിരുദാനന്തര ബിരുദധാരിയായ രാജീവര് 1984 ഏപ്രിൽ 16-ന് ചെങ്ങന്നൂർ കൃഷിഭവനിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. 22 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ 7 വർഷം ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും ദീർഘാവധിയിലായിരുന്നു. 2015 മാർച്ച് 31-ന് വിരമിച്ചതോടെ ശബരിമല തന്ത്രിസ്ഥാനത്ത് എത്തുകയായിരുന്നു. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് രാജീവരാണ്.